السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരുടെയും ജീവിതത്തിന് മാർഗദർശനം നൽകുവാൻ അല്ലാഹുവിങ്കൽ നിന്ന് നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള അല്ലാഹുവിന്റെ സതുപദേശങ്ങളോട്, പരിശുദ്ധമായ ഖുർആനിനോട് നമ്മളുടെ ജീവിതത്തിൽ എത്രത്തോളം ആത്മബന്ധമുണ്ട്. നമുക്കറിയുമല്ലോ, ഖുർആൻ കൊണ്ട് വിജയം വരിച്ച ഒരു ജനതയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സമൂഹം. നമ്മളുടെ മുൻഗാമികളായ അവർക്ക് ഖുർആനുമായുള്ള ആത്മബന്ധം ഏറെ ശ്രദ്ധേയമായതായിരുന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തത സഹചാരിയായിരുന്ന, ഏറെ നന്മകളുണ്ടായിരുന്ന അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന് ആ പാരായണം പോലും പൂർത്തിയാക്കാൻ കഴിയാതെ വല്ലാതെ പ്രയാസപ്പെടുമായിരുന്നു. വഖാന അബൂബക്കർ റജുലൻ ബക്ക ലാ യംലികു ഐനൈ ഇദാ ഖറഅൽ ഖുർആൻ. അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങുന്നതോടെ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് അശ്രുധാരകൾ അതിങ്ങനെ പൊടിയാൻ തുടങ്ങും. കണ്ണുനീർ ആ ഗദ്ഗദം നിമിത്തം പരിശുദ്ധമായ ഖുർആൻ പാരായണം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുമായിരുന്നു എന്നാണ്. മഹാനായ അബ്ദുല്ലാഹിബ്നു ഉർവ റളിയല്ലാഹു തആല അൻഹു അസ്മാ റളിയല്ലാഹു തആല അൻഹയോട് ഒരിക്കൽ ചോദിക്കുകയുണ്ടായി. ഖാല ഖുൽതു ലിജദ്ദതി അസ്മാ റളിയല്ലാഹു തആല അൻഹയോട് ഞാൻ ചോദിച്ചു, കൈഫ കാന അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സമിഉൽ ഖുർആൻ. എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളർത്തിയെടുത്ത പ്രവാചകന്റെ അനുചരന്മാരായിരുന്ന സ്വഹാബിമാർ ഖുർആൻ കേട്ടാൽ അവർക്കുണ്ടായിത്തീരുന്ന അവസ്ഥ എന്തായിരുന്നു എന്ന്. ഖാലത്ത്, അപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, തദ്മഉ അയുനുഹും വതഖ്ശഇറു ജുലൂദുഹും കമാ നഅതഹുമുല്ലാഹ്. അല്ലാഹു തആല അവരെ വിശേഷിപ്പിച്ചതുപോലെ അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകും, അവരുടെ തൊലികൾ പോലും മയപ്പെട്ടു വരികയും ചെയ്യുമെന്നാണ്. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹൻ മസാനി തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ് ദാലിക ഹുദല്ലാഹ്. എന്താണ് അല്ലാഹുവിങ്കൽ നിന്നുള്ള യഥാർത്ഥമായ ഹിദായത്ത്, യഥാർത്ഥമായ മാർഗദർശനം? അതിന്റെ അടയാളം നമ്മൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? അല്ലാഹു തആല പറയുകയാണ്, അല്ലാഹു അവൻ പരിശുദ്ധമായ ഒരു വേദഗ്രന്ഥത്തെ നമ്മൾക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുകയാണ്. ആ വേദഗ്രന്ഥത്തിൽ പരസ്പര സാദൃശ്യങ്ങളായ ആയത്തുകളുണ്ട്, വചനങ്ങളുണ്ട്, അതുപോലെ തന്നെ ആവർത്തിത വചനങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു വേദഗ്രന്ഥം, ആ വേദഗ്രന്ഥം നാം പാരായണം ചെയ്യുമ്പോൾ, നാം അത് പഠിക്കുമ്പോൾ, തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും, തങ്ങളുടെ റബ്ബിനെ സംബന്ധിച്ചുള്ള ഭയപ്പാട് നിമിത്തം അവരുടെ തൊലികൾ പോലും രോമാഞ്ചമണിയുമെന്നാണ്. അവരുടെ തൊലികൾ പോലും ആ നിലയിലായിത്തീരുകയും സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്, അവരുടെ ശരീരം മുഴുവൻ, അവരുടെ ഹൃദയം അതിങ്ങനെ മയപ്പെട്ടു വരികയും ചെയ്യും. എന്തിലേക്കാണ്? അല്ലാഹുവിന്റെ ഉത്ബോധനത്തിലേക്ക്, അല്ലാഹുവിന്റെ ആ ദിക്റിലേക്ക്. അവരുടെ കണ്ണുകളിൽ അതിന്റെ അനുരണനങ്ങൾ കാണാൻ കഴിയും. അവരുടെ കൽബുകളിൽ അതിന്റെ കൃത്യമായ നിലയിലുള്ളതായ അവസ്ഥ, ആ ഖുർആൻ കൊണ്ടുണ്ടായിത്തീരുന്ന മാറ്റത്തിന്റെ അവസ്ഥ കൃത്യമായ നിലയിൽ കണ്ടറിയാൻ കഴിയും. എന്നിട്ട് അല്ലാഹു തആല പറയുകയാണ്, ഈ അവസ്ഥ ഒരാൾക്കുണ്ടാകുമ്പോഴാണ് അവൻ അല്ലാഹുവിങ്കൽ നിന്നുള്ള മാർഗദർശനത്തിലായിത്തീരുന്നത്. നാം ഒന്ന് ആലോചിച്ചു നോക്കൂ, എത്രയെത്ര വിശുദ്ധ റമളാനുകൾ നമ്മളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. പരിശുദ്ധമായ റമളാനിനെ വരവേൽക്കാനിരിക്കുന്നവരാണ് നമ്മൾ.
ഖുർആനിന്റെ അവതരണ മാസമായ റമദാനിനെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും നിലനിർത്താൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെയൊക്കെ ജീവിതത്തിലേക്ക് ഖുർആനിന്റെ അവതരണ മാസമായ റമദാൻ എത്രയോ പ്രാവശ്യം കഴിഞ്ഞുപോയി. എത്രയോ പ്രാവശ്യം നമ്മൾ ഖുർആൻ പാരായണം ചെയ്തു, നാം അത് കേട്ടു. എന്നിട്ട് നമ്മളുടെ മനസ്സുകൾക്ക്, നമ്മളുടെ ഹൃദയത്തിന്, നമ്മളുടെ ശരീരത്തിന് ഈ നിലയിലുള്ള ഒരു പരിവർത്തനമുണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് മാർഗദർശനത്തിന്റെ അടയാളമാണ് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ നിലയിലായിരുന്നു നമ്മളുടെ മുൻഗാമികളുടെ പരിശുദ്ധമായ ഖുർആനുമായുള്ള ബന്ധമെന്ന് മഹദിയായ അസ്മാ റളിയല്ലാഹു തആല അൻഹ പറയുന്നത് നമ്മൾക്ക് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, പഴയ കാലഘട്ടങ്ങളിലുള്ള വീടകങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്നറിയുമോ? ഖുർആനിന്റെ വചനങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷമായിരുന്നു. ആ ഖുർആനുമായുള്ള ബന്ധം, അതിന്റെ വെളിച്ചം തങ്ങി നിൽക്കുന്ന ഒന്നായിരുന്നു നമ്മളുടെയൊക്കെ ഭവനങ്ങൾ. ഇന്ന് നമ്മളുടെയൊക്കെ ഭവനങ്ങളുടെ അവസ്ഥ എന്താണ്? കഴിഞ്ഞ റമളാനിൽ നാം പൂട്ടിവെച്ച ഖുർആൻ പല ആളുകളും ഇതുവരേക്കും തുറന്നുപോലും നോക്കിയിട്ടുണ്ടാവുകയില്ല. മഹാനായ അബൂബക്കർ ബിൻ അയ്യാഷ് റഹിമഹുല്ല, അദ്ദേഹം ഒരിക്കൽ തന്റെ മകനെ വിളിച്ചുകൊണ്ട് ഒരു സതുപദേശം നൽകുകയുണ്ടായി. യാ ബുനയ്യ ഇയ്യാക അൻ തഅസില്ലാഹ ഫീ ഹാദിഹിൽ ഗുർഫ. പൊന്നുമോനെ, നീ ഈ വീട്ടിൽ വെച്ച്, ഈ മുറിയിൽ വെച്ച് അള്ളാഹുവിനോടുള്ള അനുസരണക്കേട് ഒരിക്കലും നീ കാണിക്കരുത്. പിതാവ് മകന് ഉപദേശം നൽകുകയാണ്, നീ ഈ വീട്ടിൽ വെച്ച് ഒരിക്കലും അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കരുത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഇതാണ്: അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എത്രയോ പ്രാവശ്യം ഖത്തമ് ചെയ്ത, എത്രയോ പ്രാവശ്യം, ആയിരക്കണക്കിന് പ്രാവശ്യം ഓതിത്തീർത്ത ഒരു ഗുർഫയാണ്, ഒരു വീടാണ്, ഒരു മുറിയാണ് ഇത് എന്ന് എന്റെ പൊന്നുമോൻ അറിയുമോ? അതറിഞ്ഞുകൂടെങ്കിൽ ഒരിക്കലും നീ അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കരുത്. ഇതാ നീ അറിഞ്ഞുകൊള്ളണം, ആ നിലയിലുള്ള ഒരു ഭവനമാണിത് എന്ന്. സഹോദരങ്ങളെ, നമ്മളുടെയൊക്കെ ഭവനങ്ങളുടെ അവസ്ഥ എന്താണ്? ആ ഭവനങ്ങളുടെ ഉള്ളിൽ നിന്ന് പോലും ഖുർആനിന്റെ വെളിച്ചം ഇറങ്ങിപ്പോയതിന്റെ ദുരന്തം നാം ഓരോരുത്തരുടെയും ജീവിതങ്ങളിലില്ലേ എന്ന് നന്നായി ആലോചിക്കുക. ഖുർആനുമായുള്ള ആത്മബന്ധം കൂടുതൽ നന്നാക്കുക. നാഥനായ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.